ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് തനിക്ക് എനിക്ക് തന്നെ മഹി ശരി മോളെ സീത ഹലോ അച്ഛാ. ആ മോളെ മണിമാല ഞാൻ കല്യാണിന്റെ കയ്യിൽ നിന്ന് വാങ്ങി. ഞാനിത് എവിടെയാ കൊണ്ടുവരണ്ടേ? മോളുടെ താമസ സ്ഥലത്തേക്ക് വരട്ടെ? ഇങ്ങോട്ടോ? ഇങ്ങോട്ടിപ്പോ അച്ഛൻ വരണ്ട. ഞാനേ ഒരു യാത്ര പോകുന്നുണ്ട്, ഒരമ്പലത്തിലേക്കാ. മണിമാല പോലെ ദേവീ കടാക്ഷമുള്ള ഒരു ആഭരണം ആ അമ്പലത്തിൽ വെച്ച് എനിക്ക് അച്ഛൻ തന്നാ മതി. അല്ലാതെ ഇതുപോലൊരു സ്ഥലത്ത് വെച്ച് നമുക്കത് കൈമാറ്റം ചെയ്യണ്ട. അത് ചിലപ്പോ ദേവിക്ക് ഇഷ്ടായി എന്ന് വരില്ല. ആ ശരിയാ മോള് പറഞ്ഞത്. മോള് അച്ഛനെ രാവിലെ വിളിച്ചാ മതി. എവിടെ വെച്ചാ മണിമാലയായിട്ട് അച്ഛൻ വരാം. ശരി അച്ഛാ, ഞാൻ വിളിക്കാം. ആ ശരി മോളെ. ഇതെന്തുവാടി? നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? അതൊക്കെയുണ്ട് മോളെ. സത്യം പറ, നിനക്ക് ലോട്ടറി വല്ലതും അടിച്ചോ? ലോട്ടറിക്ക് എന്ത്? നീ രാജയോഗം രാജയോഗം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇനി അങ്ങോട്ട് ആ യോഗ ഈ ഐശ്വര്യലക്ഷ്മിക്ക്. നീ മനുഷ്യനെ വട്ടാക്കതെ കാര്യം എന്താന്ന് പറ. അതാ കുഴപ്പം. ഇക്കാര്യം ആരോടും പറയാൻ പറ്റില്ല എനിക്ക്. പക്ഷേ ഒന്ന് മാത്രം നിന്നോട് പറയാം. ഇനി ഐശ്വര്യ തൊടുന്നതെല്ലാം പൊന്ന. അതിനുള്ളത് നാളെ രാവിലെ എന്റെ ഈ കയ്യിൽ വരും. എന്നെ ദേവി നേരിട്ട് അനുഗ്രഹിക്കുന്ന ദിവസാ നാളെ. സത്യം പറ, നിന്റെ കിളി വല്ലതും പോയോ? എന്റെ കിളി ഒന്നും പോയിട്ടില്ല. പക്ഷെ കിളി പോവും. എന്റെ ഇനിയുള്ള വച്ചടി കയറ്റം കണ്ട് കാണുന്നവരുടെ കിളി പോവും. നിന്റെ ഉൾപ്പെടെ. ഈശ്വര, കാണാതെ പഠിച്ചതൊക്കെ പറയാൻ പറ്റണേ. താനെന്താ രാവിലെ നിന്ന് പെറുപിറുക്കുന്നേ? ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങള് സ്വയം പറഞ്ഞു നോക്കുമായിരുന്നു. സ്വയം പറയുന്നതാ നല്ലത്. അപ്പൊ പിന്നെ ആരും മറുപടി പറയണ്ടല്ലോ. ഇക്കാര്യം ഞാനിങ്ങനെ രമാമ്മയോട് പറയും. എന്തു കാര്യം? മറയൂര് കാന്തരൂർ ഭാഗത്തെ എനിക്ക് കുറച്ച് മുന്തിരിയുടെ പരിപാടിയുണ്ട്. മുന്തിരിയുടെ പരിപാടി എന്ന് പറഞ്ഞ താൻ മുന്തിരി വാങ്ങി അവിടെ പോയിരുന്ന് കഴിക്കൂ? അങ്ങനെയല്ല, പിന്നെ മുന്തിരിത്തോട്ടമുണ്ട്. കൃഷി. ഓ അങ്ങനെ. ഇത്രയും ഓക്കെ. ഇനി മറ്റേത് പറയാം. ചിന്നു കണ്ടിട്ടുണ്ടോ ഈ മുന്തിരിത്തോട്ടങ്ങൾ? കണ്ടിട്ടുമുണ്ട്, കഴിച്ചിട്ടുമുണ്ട്. നാട്ടിൽ നിന്ന് ടൂറ് പോയപ്പോ കണ്ടതാ. പച്ചമുന്തിരി എനിക്കിഷ്ടം.
പണി പാളിയല്ലോ, എങ്കിലും ബാക്കി കൂടി പറഞ്ഞു നോക്കാം. ഒരു ദിവസം എന്റെ തോട്ടത്തിൽ ചിന്നുനെ ഞാൻ കൊണ്ടുപോകും. എന്നുവെച്ചാ ഒരു പ്രസന്റ് ട്രിപ്പ്. ആ, ചന്ദ്രാമയും സീതാന്റെയും ഇവിടുത്തെ സാറും ചിന്നുവും. അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ വരാം. എങ്കിൽ കൊണ്ടുപോകുന്ന കാര്യം ഞാൻ ഏറ്റു. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളികൾ തളിർത്ത് പൂവിടുകയും മാതൃനാരകം പൂക്കുകയും ചെയ്തതെന്ന് നോക്കാം. അവിടെ വെച്ച് മുന്തിരി വരച്ചു തരും. ഇത് പത്മരാജൻ സാറിന്റെ സിനിമ. നമുക്ക് പാർക്കാം മുന്തിരി തോപ്പിൽ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ ഡയലോഗല്ലേ? ലാലേട്ടൻ പറഞ്ഞു വെച്ച് എനിക്ക് പറഞ്ഞൂടെ? താനെന്താ മിമിക്രിയും കൊണ്ട് ഇറങ്ങിയതാണോ രാവിലെ? എങ്കിലേ അങ്ങ് മാറി നിന്ന് മമ്മൂട്ടി ഒന്ന് കാണിക്ക്. ഞാൻ എന്റെ ജോലി ചെയ്യട്ടെ. ശരി, മമ്മൂട്ടി. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. തനിക്ക് എന്നോട് വെറുപ്പാണെന്നറിയാം. പെട്ടെന്നത് മാറില്ലെന്നറിയാം. വെറുത്ത് വെറുപ്പിന്റെ അവസാനം എന്നെങ്കിലും താൻ എന്നെ സ്നേഹിച്ചു തുടങ്ങും. അതുറപ്പാ. എനിക്ക് വിശ്വാസമുണ്ട്. അതിനുവേണ്ടി എത്ര കാലം വേണേലും ഞാൻ കാത്തിരിക്കും. മഹിയേട്ടാ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഫിഗറും ശബ്ദവും ഒട്ടും ശരിയായില്ല. പിന്നെ ഭാവം ഒട്ടും പോരാ. ബാക്കിയെല്ലാം നന്നായിട്ടുണ്ട്. ഒരഴകിയ രാവണം വന്നിരിക്കുന്നു. ഈ മിമിക്രി ഒന്നും തന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. താൻ പോയി കാറ് കഴുകടോ ഡ്രൈവർ പയ്യ. എല്ലാം കൈവിട്ടു പോയ സ്ഥിതിക്ക് ഉള്ള കാര്യം ഞാനായിട്ട് തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ചിന്നു, എനിക്ക് തന്നോടൊരു കാര്യം പറയണമെന്നുണ്ട്. എന്ത് കാര്യം? അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇനിയും അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. താൻ വെറുതെ നിന്ന് ആമുഖ പ്രസംഗം നടത്താതെ കാര്യം എന്താന്ന് വെച്ചാ പറ. എനിക്ക് തനിക്ക് എനിക്ക് തന്നെ മഹി, നീ ഇങ്ങോട്ട് വന്നേടാ. ആ